നമസ്കാരം. രാമൻ വനയാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ അയോധ്യ നിവാസികൾ ഒന്നാകെ ഇങ്ങനെ തിരക്ക് കൂട്ടി വരുമ്പോൾ അയോധ്യയിലെ മഹാഗുരുക്കന്മാരിൽ ഒരാളായ വാമദേവൻ എന്ന ആളുകളോട് പറയുന്നു, ഇത് നിങ്ങൾ വിചാരിക്കുന്ന സാമാന്യക്കാരനൊന്നുമല്ല, സാക്ഷാൽ മഹാവിഷ്ണുവാണ്, ഒന്നും ഭയക്കാനില്ല, അദ്ദേഹം പോയതുപോലെ തന്നെ തിരിച്ചെത്തും, ഒന്നും പേടിക്കേണ്ട, രാക്ഷസ വംശ വിനാശനമാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം, അത് നിർവഹിച്ചതിന് ശേഷം തിരിച്ചു വരും എന്ന് വാമദേവൻ അത് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പിന്തിരിപ്പിക്കുകയാണ്. ദശരഥൻ കൊട്ടാരത്തിൽ പിന്നെ ബോധം തെളിഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിർത്തുന്നു ആവലാതിയോടെ ഉറക്കെ വിളിച്ചു പറയുന്നു. പക്ഷേ രാമൻ പറഞ്ഞു, അങ്ങനെയല്ല, അച്ഛൻ പറയുന്നത് കേൾക്കണ്ട, സുമന്ത്രരെ അങ്ങ് വേഗം രഥം ഓടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സുമന്ത്രർ വളരെ വേഗം രഥം ഓടിച്ചു. രഥം ഓടിച്ചത് കൊണ്ടാണ് സന്ധ്യാസമയമായപ്പോഴേക്കും ശൃംഗിവേരപുരത്ത് എത്തിച്ചേരുന്നത്. ആ ശൃംഗിവേരപുരം എന്ന് പറയുന്നത് രാക്ഷസ സാമ്രാജ്യം കൂടിയാണ്. അവിടുത്തെ രാജാവായിരുന്നു ഗുഹൻ എന്ന് പറയുന്നത്. ആ ഗുഹൻ എന്ന് പറയുന്നത് ശരിക്കും ഈ ജീവനെ, പരമാത്മാവ്, ജീവാത്മാവ്, അതിൽ ഇച്ഛാശക്തികൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ, ഇങ്ങനെ കുറേ വേദാന്തപരമായ കാര്യങ്ങൾ ഇവിടെ ചേർത്തുകൊണ്ടാണ് അതേക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗുഹൻ എന്ന് പറയുന്നത് ഈ വേദാന്ത തത്വത്തിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടിയാണ് അധ്യാത്മരാമായണകാരൻ കാണുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ശ്രീരാമൻ്റെ ആ ഒരു യാത്ര ശൃംഗേരപുരത്തിലെത്തിയപ്പോൾ ഉടൻ തന്നെ അവിടുത്തെ രാജാവായിരുന്ന ഗുഹൻ ഓടി വന്ന് കാൽക്കൽ പ്രണമിച്ചുകൊണ്ട് എവിടുന്നൊക്കെയോ ഉള്ള കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് വലിയൊരു സ്വീകരണം ഒരുക്കിയിട്ട് നഗരത്തിലേക്ക് ക്ഷണിച്ചു. രാമൻ പറഞ്ഞു, ഇല്ല സുഹൃത്തെ, പണ്ടതിന് ഇവർ പരിചയക്കാരാണ്, അത് വേറെ കാര്യം, അവർ സുഹൃത്തുക്കളും കൂടിയാണ്. എങ്ങനെയാണ് ആ സൗഹൃദം ഉണ്ടായതെന്നൊന്നും എവിടെയും കാണുന്നില്ല. എന്തായാലും ഗുഹൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്, രാമൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചാണ്. അവിടെ അധമർണനായിരുന്നെങ്കിലും, അതായത് ചാതുർവർണ്ണത്തിൻ്റെ ആരംഭ വിചാരങ്ങൾ ആ കാലത്തുണ്ടായിരുന്നു, ത്രേതായുഗത്തിലുണ്ടായിരുന്നു. ചാതുർവർണ്ണ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര സങ്കല്പങ്ങളാണ്. അത് ജാതി എന്നുള്ളതിനേക്കാളും സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ 4 ഘടകങ്ങളാണ്. ബുദ്ധിയുടെ രാസശാലയാണ് ബ്രാഹ്മണ്യത എന്ന് പറയുന്നത്. ഏതൊരാൾക്ക് ബുദ്ധിപൂർവകമായും വിവേകപൂർവമായും ജീവിച്ചു പോകണമെങ്കിൽ ഒരു മാനസികമായ ശേഷി സമ്പാദിക്കണം. ശേഷിയും ക്ഷേമുഷിയുമുള്ള ഒരു നിലപാട് ഒരാൾക്കുണ്ടാകണം. അതാണ് ബൗദ്ധികത എന്ന് പറയും, ഇൻ്റലക്ച്വാലിറ്റി എന്ന് പറയും. ഈ ബൗദ്ധികത, ആ ബൗദ്ധികതയെ സൂചിപ്പിക്കാനാണ് ബ്രാഹ്മണ്യത എന്ന് പറഞ്ഞത്. രണ്ടാമത് ക്ഷത്രിയരാണ്. ആഭ്യന്തരവും അനാഭ്യന്തരവുമായ രക്ഷാമാർഗങ്ങൾ ഒരു സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ സ്വീകരിക്കേണ്ടതുണ്ട്, അല്ലേ? ഒരു സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ മറ്റിടങ്ങളിൽ നിന്ന് വരുന്ന ഉപദ്രവങ്ങളെ നേരിടാനും അതിജീവിക്കാനും കഴിയുന്ന കരുത്ത് സമ്പാദിച്ചിരിക്കണം. അതാണ് ഈ ക്ഷാത്രത്വം അല്ലെങ്കിൽ ക്ഷത്രിയത എന്ന് പറയുന്നത്. മൂന്നാമതാണ് വൈശ്യ സങ്കല്പം. വൈശ്യൻ എൻ്റെ ധർമ്മം എന്താണ്? കച്ചവടവും കൃഷിയുമാണ്. ഇതില്ലാതെ മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ? കച്ചവടവും കൃഷിയും ചെയ്യാതെ, വ്യവഹാരങ്ങളും കൃഷിയും, അതായത് ഉൽപ്പാദനവും ഉപഭോഗവും വിതരണവും നടത്താതെ എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുക? അപ്പോൾ വൈശ്യത്വം എന്ന് പറയുന്നതും സ്വാഭാവികമായും നമുക്ക് അനുപേക്ഷണീയമാണ് സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെന്ന് ബോധ്യമാവുന്നില്ലേ? അപ്പോൾ അങ്ങനെയുള്ള വൈശ്യസങ്കല്പം കഴിഞ്ഞാൽ പിന്നെ ശൂദ്രത്വമാണ്. എന്താണ് ശൂദ്രൻ്റെ പരിപാടി? സ്കാവഞ്ചിങ് ആണ്, ശുചീകരണമാണ്. ഈ ശുചീകരണമില്ലാതെ ജീവിക്കാൻ പറ്റുമോ സമൂഹത്തിന്? അശുദ്ധി ഉള്ളിടത്ത് നിന്ന് അശുദ്ധിയെ മാറ്റിയെടുത്താലല്ലേ ശുദ്ധി ഉണ്ടാവും. ശുദ്ധിയല്ലേ ആരോഗ്യത്തിന് ആവശ്യം, നിലനിൽപ്പിന് ആവശ്യം. അപ്പോൾ ഈ 3-4 ഘടകങ്ങൾ സമൂഹത്തിന് ആവശ്യമായി വരുന്നു. ഒരു മനുഷ്യ ശരീരത്തിൽ തന്നെ ഈ 4 ഘടകങ്ങളും പ്രവർത്തിക്കുന്നില്ലേ? അപ്പോൾ ഈ ചാതുർവർണ്ണ സങ്കല്പം എന്ന് പറയുന്നത് ഇങ്ങനൊരു അവാന്തര ഭാവം കൂടി അതിനുണ്ട്. ഈ വർഗസങ്കല്പം എന്ന് കണക്കാക്കുന്നതിനപ്പുറം ബ്രാഹ്മണ്യത, ക്ഷാത്രത്വം അല്ലെങ്കിൽ ക്ഷത്രിയത്വം, വൈശ്യത്വം, ശൂദ്രത്വം എന്ന് വിളിക്കുന്നതിനപ്പുറം അതിന് ഇത്തരം തത്വചിന്താപരവും സാമൂഹിക പ്രതിബദ്ധാപരവുമായ ഒരു ഘടകം കൂടി ബാക്കി കിടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതില്ലാതെ സാധ്യമല്ല. എല്ലാവർക്കുമുണ്ട് ഈശ്വര വിശ്വാസമോ ശ്രദ്ധ, ബുദ്ധി. അത് ഇന്ദ്രിയാണ്യാഹു പരാണ്യാഹു ഇന്ദ്രിയഭ്യ പരമനഃ മനസ്തു പരാബുദ്ധി യോ ബുദ്ധേഹ പരതുസ്തഃ എന്ന് പറയും. അപ്പോൾ ഇന്ദ്രിയങ്ങളെ വേണ്ടവണ്ണം ക്രമീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് ചില നിയന്ത്രണങ്ങളൊക്കെ ആവശ്യമാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അങ്ങ് അഴിച്ചുവിട്ടാൽ പോരാ. അത് കെട്ടുപൊട്ടിച്ചോടുന്ന കുതിരയെപ്പോലെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ വ്യാപാരമെന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല. ആ കുതിരയുടെ കടിഞ്ഞാൺ നമ്മുടെ കയ്യിൽ വേണം.
എവിടെയെല്ലാം സഞ്ചരിക്കണം, എങ്ങനെയെല്ലാം സഞ്ചരിക്കണം, എവിടോട്ടെല്ലാമാണ് പോകേണ്ടത്, എത്ര വേഗത്തിൽ പോകണം എന്ന് ഈ കുതിരക്കാരൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ഈ ഇന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളെ കഴിയുമട്ട് നിയന്ത്രിക്കേണ്ടതുണ്ട്. ആ നിയന്ത്രണം ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ വളരെ ശരിയായ ഒരു സാമൂഹിക ജീവിതം നമുക്ക് മുമ്പോട്ട് നയിക്കാൻ കഴിയൂ. എത്രയധികം അനുശീലനങ്ങൾ വേണം നല്ലൊരു ജീവിതം നയിക്കാൻ. മോശമാണെന്ന് കേൾപ്പിക്കാൻ എത്ര എളുപ്പമാണ്. നമ്മുടെ വ്യക്തിജീവിതം എപ്പോഴും അഴുക്കില്ലാത്ത വെള്ളമുണ്ട് പോലെ ആയിരിക്കണമെന്ന് പറയാറുണ്ട്. എന്താണ് കാരണമെന്നോ, ആ വെള്ളമുണ്ടിൽ ചെറിയൊരു അഴുക്ക് പറ്റിയാൽ ദൂരെ നിന്ന് നോക്കിയാലും അറിയാം. എന്നാൽ ഒരു കരിമ്പടമാണ് എങ്കിൽ അത് എത്ര അഴുക്ക് പറ്റിയാലും അടുത്ത് നിന്ന് നോക്കിയാലും അറിയുകയില്ല. അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വം നല്ല ഒരു വെണ്മയാർന്ന വസ്ത്രം പോലെ ആയിരിക്കണമെന്ന് പറയാറുണ്ട്. അതുപോലുള്ള ഒരു കാര്യമുണ്ട് ഈ ചാതുർവർണ്ണ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഈ ഗുഹനെ രാമൻ ആലിംഗനം ചെയ്യുന്നു എന്ന് വരുമ്പോൾ ഒരു ശൂദ്രനെയാണ്, അല്ലെങ്കിൽ ഒരു രാക്ഷസനെയാണ്, അല്ലെങ്കിൽ ഒരു താഴേക്കിടയിലുള്ള ഒരു ആധമർണനെയാണ്, അതാ വാക്ക്, അധമർണനെയാണ് ആലിംഗനം ചെയ്യേണ്ടി വന്നത് രാമന് എന്ന് പറയുന്നിടത്ത് സവർണാധിപത്യമുള്ള മനസ്സുകൾ ഒരുപക്ഷെ അല്പം നെറ്റിച്ചുളിച്ചേക്കാം. രാമനെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ല. ഈശ്വരൻ്റെ ദൃഷ്ടിയിൽ സർവരും സമന്മാരാണ്. അഖിലത്തെയും സമത്വഭാവത്തെ ദർശിക്കാൻ കഴിയുന്ന ഒന്നാണ് ഐശ്വരത്വം, അല്ലെങ്കിൽ ഐശ്വരഭാവം എന്ന് പറയുന്നത്. ഈശ് എന്ന ധാതുവിൽ നിന്നാണ് ഈശ്വരൻ എന്ന വാക്കുണ്ടാകുന്നത്. അത് ഈ മംഗളങ്ങൾ എല്ലാവർക്കുമായിട്ടാണ്. ഈശ്വരൻ എല്ലാവരുടേതുമാണ്, ആളുടെ ഭാഗഭാക്കല്ല. അത് 3 നേരവും അർച്ചിക്കുന്നവൻ ഭക്തനായ അല്ലെങ്കിൽ ഒരു പൂജാരിയുടെ ഭാഗം മാത്രമല്ല ഈശ്വരൻ. അവിടെ നിന്ന് തൊഴുന്ന ഭക്തൻ്റേത് മാത്രമല്ല ഈശ്വരൻ. ഈ ഈശ്വരനെ നിഷേധിക്കുന്നവൻ്റേതും കൂടിയാണ് ഈ ഈശ്വരൻ. ഈശ്വര നിഷേധം ചെയ്യുന്ന ആളുകൾ, അധർമ്മ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് പോലും ഉള്ളതാണ് ഈശ്വരൻ. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ ശിശുപാലന് മോക്ഷം കിട്ടുന്നത്, താടകയ്ക്ക് മോക്ഷം കിട്ടുന്നത്, പൂതനയ്ക്ക് മോക്ഷം കിട്ടുന്നത്. അവരെല്ലാം ദുർനടത്തക്കാരായിരുന്നു. ആ ദുർനടത്തക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും മോക്ഷം കിട്ടാൻ എന്താണ് കാരണം? അപ്പോൾ ഇങ്ങനെ അധർമ്മ കർമ്മങ്ങളിൽ മുഴുകിയ ആളുകൾക്ക് പോലും ജന്മസാഫല്യം, ജന്മസായുജ്യം ലഭിക്കുന്നുണ്ട്. സായുജ്യമല്ല, സായുജ്യമാണ് വാക്ക്. എല്ലാവരും സായുജ്യം എന്നാണ് പറയുന്നത്. സംസാരിക്കുമ്പോൾ എല്ലാവരും സായുജ്യം എന്ന് പറയും. അങ്ങനെ വാക്കില്ല, സായുജ്യം എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ ജന്മസാഫല്യം ലഭിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് ഈശ്വരൻ്റെ ദൃഷ്ടി എല്ലാവരും ഉള്ളതാണെന്ന് പറഞ്ഞുവല്ലോ. അതുകൊണ്ടാണ് ഗുഹനെ ആലിംഗനം ചെയ്യുമ്പോഴും മറ്റാളുകൾക്കൊന്നും തോന്നാഞ്ഞതും പിൽക്കാലത്ത് ആളുകൾ പഠിക്കുമ്പോഴും ആ രാമൻ്റെ വ്യക്തിത്വത്തിൽ കുറേ കൂടെ തിളക്കം ആരോപിക്കാൻ ഈ സംഭവം ഉദാഹരിക്കേണ്ടി വരുന്നതും. അപ്പോൾ അങ്ങനെ ഗുഹൻ അദ്ദേഹത്തെയും ചേർത്ത് പിടിച്ചു. എൻ്റെ ജന്മം ഇപ്പോൾ സഫലമായി എന്ന് പറഞ്ഞ ശ്രീരാമൻ്റെ കാൽക്കൽ വീണു. അദ്ദേഹം ഭക്തിപൂർവ്വം നമസ്കരിച്ച് ഉടനെ തന്നെ അദ്ദേഹം ഈ ശ്രീരാമൻ ഗുഹനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മാറോട് ചേർത്ത് പിന്നെയും ആലിംഗനം ചെയ്തു. ഗുഹനോട് രാമൻ ക്ഷേമാന്വേഷണം ചെയ്തു. സുഖമല്ലേ സുഹൃത്തെ എന്ന് മറ്റേ കൂപ്പുകയോടെ ഗുഹൻ മറുപടി പറഞ്ഞു, രഘുത്തമ, ഇന്ന് അങ്ങയുടെ ദേഹസ്പർശം കൊണ്ട്, അങ്ങയുടെ ശാരീരിക സ്പർശം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞതുകൊണ്ട് എൻ്റെ കാട്ടാള ജന്മം സഫലമായി എന്നാണ്. അങ്ങനെയാണ് പലപ്പോഴും വളരെ താഴ്ന്ന വിഭാഗത്തിലുള്ള ജീവിക്കുന്നുവെന്ന് അവർ തന്നെ വിശ്വസിക്കുന്ന ആളുകളോട് നമ്മൾ ചങ്ങാത്തം പുലർത്തുമ്പോൾ അവർക്ക് നമ്മളോട് മറ്റാളുകൾ പുലർത്തുന്നതിനേക്കാളും സൗഹൃദവും സ്നേഹവും വർദ്ധിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. അത് മനുഷ്യ മനസ്സിലെ ഒരു ഈ ഉത്കർഷേച്ഛയോടുള്ള ഒരു സമീപനമാണത്. അപ്പോൾ ആ സമീപനം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അങ്ങ് ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്നവനാണല്ലോ രാമ. ഇന്ന് ഞാൻ പരമാനന്ദ സമുദ്രത്തിൽ മുഴുകിപ്പോയിരിക്കുന്നു. അവിടുത്തെ ദാസനായ എൻ്റേതാണ് ഈ കാട്ടാള രാജ്യം. എൻ്റേതെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഈ കാട്ടാള രാജ്യം മുഴുവൻ അങ്ങയുടേതാണ്, എൻ്റെ അല്ല എന്ന് പറയുന്നു. ഇവിടെ ഞങ്ങളെ പരിപാലിക്കുന്നതിന് അങ്ങ് മാത്രമേ ഉള്ളൂ ഒരാശ്രയമായിട്ടുള്ളത്. ഞാൻ അങ്ങയുടെ നിർദ്ദേശം അനുസരിച്ച് പരിപാലിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് പോലും ഗുഹൻ പറയുന്നുണ്ട്. നമുക്ക് എൻ്റെ ഗൃഹത്തിലേക്ക് പോകാം, വരൂ. അങ്ങയുടെ പാദസ്പർശം കൊണ്ട് എൻ്റെ ഭവനത്തെ അങ്ങ് ശുദ്ധമാക്കി തീർത്താലും എൻ്റെ അപേക്ഷ സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ രാമൻ പറഞ്ഞു, അങ്ങ് സദയം ക്ഷമിക്കണം, ഞാൻ പറയുന്നത് കേൾക്കൂ. 14 കൊല്ലക്കാലം എനിക്ക് വനവാസമാണ്. അത്രയും കാലം ഞാൻ നഗരത്തിൽ പ്രവേശിക്കില്ല എന്നെനിക്ക് വ്രതമാണ്. നാഗരികത എന്ന് പറയുന്ന സുഖസമൃദ്ധിയുടെ ഒരു കേന്ദ്രമാണ്.
ഈ സുഖസമൃദ്ധമായ ഇടയിലേക്ക് പോകാം എന്നല്ല. വനതല പ്രകൃതിയിൽ എന്തൊക്കെ നമുക്ക് അനുഭവിക്കുമ്പോൾ കഷ്ടതരവും ക്ലിഷ്ടതരവുമായി വിഷമകരവുമായി ഉണ്ടോ അതെല്ലാം അനുഭവിക്കാനാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. അല്ലാതെ രാജകൊട്ടാരത്തിൻ്റെ പകിട്ടിലേക്കോ അതിൻ്റെ ആർഭാടങ്ങളിലേക്കോ മുഴുകി സുഖസാമഗ്രികൾ വേണ്ടുവോളം ഭുജിച്ചും അനുഭവിച്ചും കഴിഞ്ഞുകൂടാനല്ല സുഹൃത്തെ എന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും കാലം ഞാൻ നഗരത്തിൽ പ്രവേശിക്കില്ല. ഈ 14 വർഷം മറ്റുള്ളവർ കൊണ്ടുവരുന്ന ഈ ഫലമൂലാദികൾ ആഹരിക്കുകയുമില്ല. മറ്റൊരാളുടെ ആതിഥ്യം ഒരു തരത്തിലും സ്വീകരിക്കുകയില്ല എന്നർത്ഥം. അങ്ങ് എൻ്റെ സ്വന്തമായതുകൊണ്ട് അങ്ങയുടെ രാജ്യം എൻ്റേത് തന്നെ. അങ്ങ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, കുറച്ച് പേരാലിൻ്റെ പശ കൊണ്ടു തരുമോ എന്നാണ് ചോദിക്കുന്നത്. എന്തിനാ ഈ പേരാലിൻ്റെ പശ? പേരാലിൻ്റെ പശയാണ് ഈ മുടി ജട പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം. മുടിയിൽ ഇങ്ങനെ പുരട്ടും. നമ്മളൊക്കെ എണ്ണയൊക്കെ പുരട്ടുന്നതിന് പകരം ഇത് ചിലരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഭസ്മം ഇട്ട് തിരുമുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശബരിമലയൊക്കെ പോകാൻ വ്രതം എടുക്കുന്ന ആളുകൾ അവരുടെ ഒരു മാസം കൊണ്ട് നീളുന്ന ഈ മുടി നല്ലവണ്ണം നീണ്ട ഒരു ഇത്ര നീളമൊക്കെ വരും. അപ്പോൾ ആ നീളമൊക്കെ വരുമ്പോൾ ആ മുടിയിൽ ഭസ്മം ഇട്ടിട്ട് ഞെരടി ഇങ്ങനെ പിടിപ്പിച്ച് ജടയാക്കി പിരിച്ചു വെക്കും. അവസാനം കാരണം നമ്മുടെ ഈ ആളുകൾ മുറുക്കുമ്പോൾ എടുക്കുന്ന പുകയിലയില്ലേ, ആ പുകയില പോലെ നീണ്ടിങ്ങനെ ഇരിക്കും. അങ്ങനെ ചുറ്റി കെട്ടി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ധാരാളമായി പല ആളുകളെയും കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഇവിടെ ഈ പേരാലിൻ്റെ പശ കൊണ്ടുവരാൻ പറഞ്ഞു, അല്പം വേണമെന്ന് പറഞ്ഞു. ഗുഹൻ എവിടുന്നോ സംഘടിപ്പിച്ച് കൊണ്ടുവന്നു, പേരാൽ പശ കൊണ്ടുവന്നു. അതുകൊണ്ട് രാമനും ലക്ഷ്മണനും തലമുടി പിരിച്ച് ജടയാക്കി മേലോട്ട് കെട്ടിവെച്ചു. മറ്റേ ഇങ്ങനെ വിധത്ത് ഇങ്ങനെ കിടക്കുകയാണ്. മുടി അങ്ങനെ നീട്ടി വളർത്തുക അന്നത്തെ ഒരു സൗന്ദര്യമാണ്. അങ്ങനെയാണ് ഒതുക്കി കെട്ടിയൊക്കെ. ശേഷൻ്റെയൊക്കെ മുടി ഇങ്ങനെ വളർന്നിങ്ങനെ ചുരുണ്ടിങ്ങനെ കിടക്കുകയാണ്, കിങ്ങിണി പോലെ കിടക്കുകയാണ് മുടി. ഇപ്പോൾ പിള്ളേരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലേ. പിള്ളേരുടെ ഇങ്ങനെ മുടിയൊക്കെ നീട്ടി വളർത്തുന്ന ഒരു സമ്പ്രദായം ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് നമുക്കതൊരു വൃത്തിയായിട്ട് എനിക്ക് തോന്നാറില്ല ഇതൊക്കെ അത് കാണുമ്പോൾ. പക്ഷേ പണ്ടത്തെ ആ കാലത്ത് ആ മുടി അങ്ങനെ നീട്ടി വളർത്തിയെടുക്കുന്നതൊരു സൗന്ദര്യവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കണക്കാക്കിയിരുന്നു. അപ്പോൾ ആ സൗന്ദര്യം ഒന്നും വേണ്ട എന്ന് വിചാരിച്ചാണ് രാമനും ലക്ഷ്മണനും ഈ പേരാലിൻ്റെ പശ കൊണ്ടുവന്ന് തലമുടി പിരിച്ച് ജടയാക്കി മേലോട്ട് കെട്ടിവെച്ചത്. അന്ന് രാത്രി ഒരു ജലാഹാരം മാത്രം, വെള്ളം മാത്രമാണ് കുടിച്ച്, മറ്റൊന്നും ഖരാഹാരങ്ങളൊന്നും കഴിച്ചില്ല. വെറും പാനീയം മാത്രം, വെള്ളം മാത്രം ആഹരിച്ച് രാമൻ സീതയോടൊന്നിച്ച് ഇരുൾ എന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ, അവിടെ ഇരുൾ തടിച്ച വലിയ വൃക്ഷമാണ്, ഒരുപാട് ഇലച്ചിലുകൾ ഉള്ളതാണ്. അതുകൊണ്ട് മഞ്ഞോ അല്ലെങ്കിൽ മഴയോ പെയ്താലും പെട്ടെന്നൊന്നും നനയത്തില്ല. ഇരുൾ വൃക്ഷത്തിൻ്റെ ഒരു ഇലകൾ വലിയ ഇലയുമാണ്. അപ്പോൾ അങ്ങനെ ഇരുൾ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങി. ദർഭപ്പുല്ല് കൊണ്ടും വൃക്ഷങ്ങളുടെ ഇലകൾ കൊണ്ടും ലക്ഷ്മണൻ ഒരു കിടക്ക ഉണ്ടാക്കി കൊടുത്തു. അതിലാണ് രാമനും സീതയും രാത്രി ഉറങ്ങിയത്. അരമനയിലെ കൊട്ടാരത്തിലെ സ്വർണ്ണക്കട്ടിലിൽ മൃദുമെത്തയിൽ മലർ ചിതറും അകത്തളത്തിലല്ലാതെ എന്ന ഒരു പ്രയോഗമാണ് കാളിദാസൻ നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വളരെ മൃദുലമായ മാർദ്ദവമായ മൃദുല പേലവമായ ശയ്യയിൽ മാത്രം കിടന്ന് ശീലമുള്ള ഈ ആളുകൾ, രാമനും സീതയും പിന്നെ ലക്ഷ്മണനും, ഈ പറയുന്ന ദർഭപ്പുലിൻ്റെ പുറത്ത് ഇലകൾ നിരത്തി കിടക്കയുണ്ടാക്കി ലക്ഷ്മണൻ തയ്യാറാക്കി കൊടുത്തതിൻ്റെ മുകളിലാണ് ഇരുവരും ശയിച്ചത്. അത് ഉറങ്ങിയതോ അരമനയിൽ സ്വർണ്ണക്കട്ടിലിൽ മൃദുമത്തയിൽ കിടന്നുറങ്ങുന്നത് പോലെ അവർ സുഖമായി ഉറങ്ങി. ലക്ഷ്മണൻ ഗുഹനോടും സുമന്ത്രനോടും ഒന്നിച്ച് രാമനും സീതയ്ക്കും കാവൽ നിൽക്കുകയും ചെയ്തു. അങ്ങനെ ആ രാത്രി കഴിഞ്ഞു. അത് ആദ്യത്തെ രാത്രിയാണ്, വനവാസത്തിലെ ആദ്യത്തെ രാത്രി. ഗുഹൻ്റെ ആതിഥ്യം നിരസിച്ചുകൊണ്ട് അവിടെ ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങുകയാണ്. സമ്പന്നതയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വിധി വിഹിതത്തെ എങ്ങനെ ആർക്കും മാറ്റിയെടുക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞതാണ്, വിധി, ഫേറ്റ് ഈസ് ദ ലീഡർ ഓഫ് ഓൾ ബീയിങ്സ്. എല്ലാ ജീവജാലങ്ങളുടെയും നിയന്താവ് എന്ന് പറയുന്നത് വിധിയാണ്. വിധി നിശ്ചയമില്ലാതെ ഒരില പോലും അനങ്ങുകയില്ല. എപ്പോഴും അങ്ങനെ ഒരു കാര്യം ജീവിതത്തിലുണ്ട്. നമ്മൾ എത്രയൊക്കെ എങ്ങനെയൊക്കെ തീരുമാനിച്ചാലും വിധി ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അതനുസരിച്ച് മാത്രമേ നടക്കൂ. അതായിരുന്നു അതിൻ്റെ വിധി എന്ന് പറയുകയാണ്. എപ്പോഴും അതിൽ വിശ്വസിക്കേണ്ടി വരുന്നുണ്ട് നമുക്ക്. നമ്മളാണ് നമ്മുടെ വിധി നിർണ്ണയിക്കുന്നതൊക്കെ പറയും. നമുക്കിപ്പോൾ കാലൊടിയണം എന്ന ഒരു വിധി ജാതകവശാൽ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി ജാതകം നോക്കുമ്പോൾ
എടോ ഈ അടുത്ത 3 മാസം നിങ്ങൾക്ക് വളരെ ദോഷമുള്ളതാണ്, അതുകൊണ്ട് ശനിയൊക്കെ ദോഷത്തിലുണ്ട്, അതുകൊണ്ട് ഈ ഒരു കയ്യോ കാലോ മുറിയോ ചതയോ ഒടിയോ ഒക്കെ ചെയ്യും, വാഹനങ്ങളൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് ജ്യോത്സ്യൻ പ്രഡിക്റ്റ് ചെയ്യുക. അപ്പോൾ ജ്യോത്സ്യരെ അതിനെന്താണ് പ്രതിവിധി ചോദിക്കും. അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയെന്ന് അയാളുടെ ബുദ്ധിയിലെത്തിയിടത്തോളമുള്ള അയാൾ പഠിച്ചതുപോലെയൊക്കെയുള്ള പ്രതിവിധികളൊക്കെ പറയും. ആ സമയം വരുമ്പം ഇത് ശരിയാണെങ്കിൽ ആ സമയം വരുമ്പോൾ ഈ കാല് എവിടെയെങ്കിലും തട്ടി ഒന്ന് മുറിയെങ്കിലും ചെയ്യും. ഗൗരവമായി വരാനുള്ളത് ലഘുവായി വന്നു മാറും എന്നർത്ഥം. സംഭവിക്കാനുള്ളത് അവിടെ വരും എന്തായാലും എന്നർത്ഥം. ഈശ്വരപരമായ കാര്യങ്ങളിലൂടെയും ശാന്തികർമ്മങ്ങളിലൂടെയും അതിൻ്റെ ആധിക്യം കുറച്ചെടുക്കാം. അതും അങ്ങനെ കുറച്ചെടുക്കുന്നതും വിധിയാണ്. ഇന്നാ വിധി, നീ ഇങ്ങനെയൊക്കെ ചെയ്ത് അല്പം അപകടം കുറച്ചോളൂ എന്നാണ് ആ വിധി അവിടെ വരുന്നത്. അപ്പോഴും അവിടെ ബേസ് എന്ന് പറയുന്നത് ഈ വിധിയുടെ തീരുമാനങ്ങളാണ്. അപ്പോൾ അങ്ങനെ മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്ന രാമനെയും സീതയും കണ്ടിട്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു, സോദരാ നോക്കൂ, ഈ സ്വർണ്ണക്കട്ടിലിൽ ഈ മൃദുവായ മെത്തയിൽ ഈ സീതാസമേതനായി ഉറങ്ങി ശീലിച്ച രാമൻ വെറും ദർഭപ്പുല്ല് വിരിപ്പിൽ കിടക്കുന്നത് കണ്ടോ? രാമൻ്റെ ഈ ദുഃഖത്തിന് കൈകൈ കാരണക്കാരിയായി തീർന്നുവല്ലോ, എന്തൊരു കഷ്ടമാണ്. മന്ധരയുടെ ഏഷണിയെല്ലാം കേട്ടിട്ടാണല്ലോ ഈ കൈകൈ ഈ പാപമൊക്കെ ചെയ്ത്, കഷ്ടമായി. ലക്ഷ്മണൻ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. ഓരോരുത്തരുടെയും ദുഃഖത്തിനും സുഖത്തിനും ആരാണ് കാരണം? അവനവൻ്റെ പൂർവ്വജന്മ പുണ്യവും പാപവുമാണ് ദുഃഖങ്ങൾക്കും സുഖങ്ങൾക്കും ഒക്കെ കാരണം. സുഖവും ദുഃഖവും ഒക്കെ മറ്റാരും ഉണ്ടാക്കി തീർക്കുന്നതല്ല. അന്യനാണ് ദുഃഖങ്ങൾക്ക് സുഖദുഃഖങ്ങൾക്ക് കാരണം നമ്മൾ വെറുതെ വിചാരിക്കും. എല്ലാവരും അവനവൻ്റെ കർമ്മമാകുന്ന ചരടിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. കർമ്മബന്ധം, കർമ്മസൂത്രം അതുകൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എല്ലാവരും. എല്ലാ ശരങ്ങളും അചരങ്ങളുമായി നമ്മുടെ പ്രകൃതിയിൽ ഏതൊക്കെ ജീവജാലങ്ങളുണ്ടോ ആ ജീവജാലങ്ങളൊക്കെ അങ്ങനെയാണ് ഉള്ള കാര്യം. അതാണ് മിത്രങ്ങൾ, സുഹൃത്തുക്കൾ, ശത്രുക്കൾ, ഉദാസീനന്മാർ, ദ്വേഷിക്കുന്നവർ, കോപിക്കുന്ന ആളുകൾ, ബന്ധുക്കൾ, ഇങ്ങനെ കുറേ ആളുകളുണ്ടാവുമല്ലോ. ഇവരെല്ലാം അവനവൻ്റെ കർമ്മങ്ങളനുസരിച്ച് നമ്മളോട് പല വിധത്തിൽ ബന്ധപ്പെട്ടവരായി തോന്നപ്പെടുകയാണ്. നമുക്ക് തന്നെ ആലോചിച്ച് നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള ബന്ധമുള്ള ആൾക്കാരുണ്ട്. നല്ലവരുണ്ട്, ചീത്തയുണ്ട്, സഹായിക്കുന്നവരുണ്ട്, ഉപദ്രവിക്കുന്നവരുണ്ട്, ഒന്നും അനങ്ങാതിരിക്കുന്നവരുണ്ട്, അല്ലേ? എത്ര അച്ഛനും മക്കളും ഭാര്യയും മറ്റ് ബന്ധുക്കളും അടങ്ങുന്നത് മാത്രമല്ലല്ലോ നമ്മുടെ സാമൂഹിക ബന്ധമെന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടില്ലാത്ത ആളുകളോടും നമ്മൾ ബന്ധം വയ്ക്കാറില്ലേ ഓരോ ദിവസവും? എത്രയോ ആളുകളുമായിട്ട് നമുക്ക് ബന്ധമാണ്. ഓരോ ദിവസവും നമുക്കിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ബന്ധങ്ങൾ. ചിലതൊക്കെ നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നു. ബസ്സിൽ യാത്ര ചെയ്യുന്നു, എത്ര ആളുകളെ നമ്മൾ കാണുന്നു, ഓർക്കാറില്ലെങ്കിലും. ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, എത്ര ആളുകൾ നമ്മൾ കാണുന്നു, നമ്മൾ ഓർക്കാറില്ല. നമ്മുടെ ജീവിതവുമായി പല കാര്യാർത്ഥമായിട്ട് നമ്മെ സമീപിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും സമീപിക്കുന്ന ആളുകൾ എത്രയാണ്? അത് നമ്മൾ ഓർത്തിരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ബന്ധമുണ്ടെന്നാണ്. അങ്ങനെ എല്ലാ ജീവജാലങ്ങളുമായിട്ടും എല്ലാ ആളുകളുമായിട്ടും പല വിധത്തിലുള്ള ആളുകളുമായിട്ടും ഭിന്ന രുചിർഹി ലോകാഹ, ഭിന്ന രുചിയായിട്ടുള്ള ആളുകൾ, ഭിന്ന സ്വഭാവമുള്ള ആളുകളുമായിട്ടൊക്കെ നമുക്ക് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളിൽ നിന്ന് അങ്ങനെ ബന്ധപ്പെടണം എന്നുള്ളതാണ് വിധി. അതിൽ നിന്ന് ചില ഗുണങ്ങളോ ദോഷങ്ങളോ അല്ലെങ്കിൽ ഒരു ഗുണമോ ദോഷമോ ഉണ്ടാകാതിരിക്കുകയോ ഒക്കെ ഉണ്ടാവാമല്ലോ. അങ്ങനെയാണ്. അതെല്ലാം അവനവൻ്റെ കർമ്മം അനുസരിച്ച് നമ്മളോട് പല വിധത്തിലാണ് ബന്ധപ്പെട്ട് നമുക്ക് തോന്നുകയാണ്. അങ്ങനെ സുഖം വന്നാലും ശരി, ദുഃഖം വന്നാലും ശരി, അത് തൻ്റെ കർമ്മഫലമാണ് എന്ന് മനസ്സിലാക്കി ക്ഷോഭിക്കാനോ ദുഃഖിക്കാനോ ഇടവരാതെ മനസ്സിനെ ശാന്തമാക്കി തീർത്ത് ജീവിക്കുകയാണ് നല്ലത്. ഈ ലക്ഷ്മണൻ ഈ ഗുഹനോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കി. തൊട്ടു മുമ്പ് ഏതാനും നിമിഷങ്ങൾക്ക് അല്ലെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഈ ലക്ഷ്മണൻ എന്താ പറഞ്ഞേ? ജ്യേഷ്ഠ, അങ്ങ് അഭിഷേകത്തിന് ഒരുങ്ങിക്കൊള്ളൂ, എതിർക്കുന്ന ആരായാലും ഞാൻ അവന്മാരെ ശരിപ്പെടുത്തിക്കൊള്ളാം, ഞാൻ കൊന്നുകളെ, എൻ്റെ വില്ലും അമ്പും അയച്ച് ഞാൻ കൊന്നുകളെ എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. ഇതേ ലക്ഷ്മണൻ തന്നെ ഇനിയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഭരതൻ വരുന്ന സമയത്ത്. അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ എന്നിട്ടും ആ ലക്ഷ്മണൻ മറ്റൊരാളുടെ ഉപദേശിക്കുന്നു നോക്കൂ. നമ്മൾ സ്വയം നമ്മൾ ഇത് ചെയ്യാറുണ്ട്. നമ്മളെല്ലാം നമ്മൾ മോശമായി ഇരുന്നുകൊണ്ട് തന്നെ മറ്റാളുകളെ നല്ലത് ഉപദേശിച്ചു കൊടുക്കും. പക്ഷെ നമ്മളൊരിക്കലും മാറുകയല്ല. നമ്മുടെ മക്കളോട് എടാ നീ ബീഡി വലിക്കരുത്, നീ മദ്യം കഴിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? ഇതല്ലേ നമ്മുടെ സ്വഭാവം. മറ്റാളുകളെ നന്മയിലേക്ക് നയിക്കാൻ നമ്മൾ അങ്ങോട്ട് ഉപദേശം കൊടുക്കും, നമ്മൾ തിരിച്ച് ഇരുന്ന് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയുണ്ട്. ഈ വിപരീത അല്ലെങ്കിൽ പ്രതിലോമ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉള്ളതാണ്.
ഇതൊന്നൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചാലും പൂർണ്ണമായിട്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോ തരത്തിലുള്ള സംസർഗങ്ങളാണ് നമ്മളെ ദൂഷിപ്പിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, സംസർഗതോ ഗുണദോഷ ഭവന്തി എന്ന് പറയും. അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. എന്തായാലും ശരി, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അവിടെ ദുഃഖം ഇങ്ങനെ കൂടുതൽ ഉണ്ടാവാതെ നോക്കുക, ഇതെല്ലാം വരേണ്ടതാണ് എന്ന് പറയും. വരുന്ന ആയാതം അപേക്ഷണീയം, ഗതം സർവ്വപേക്ഷണീയം എന്നാണ്. വരുന്നൊക്കെ വരട്ടെ, പോകുന്നൊക്കെ പോകട്ടെ. വളരെ സന്തോഷകര ഒരു സിദ്ധാന്തമാണിത്. ആയാതം അപേക്ഷണീയം, വരുന്നതൊക്കെ വരട്ടെ. ഗതം സർവ്വപേക്ഷണീയം, പിന്നെ പോകുന്നൊക്കെ ഉപേക്ഷിക്കുക. ഒന്നിനോടും അമിതമായ ഉത്കണ്ഠ ഉണ്ടാകാതിരിക്കുക. അയ്യോ എനിക്കങ്ങനെ സംഭവിച്ചല്ലോ എന്ന്. നമ്മളിപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നിന്ന് ഒരു ഗ്ലാസ് പാത്രം നമ്മുടെ കയ്യിൽ വീണ് ഉടഞ്ഞു. നല്ല പൈസ കൊടുത്ത് വാങ്ങിയ നല്ല ചിത്രപ്പണികളൊക്കെ നല്ല ഒരു ഗ്ലാസ് ആയിരുന്നു, നല്ലൊരു പാത്രമായിരുന്നു. അത് പൊട്ടിപ്പോയി. അയ്യോ എന്ന് പറഞ്ഞാൽ നെഞ്ചത്തടിച്ചാൽ എന്താ ഗുണം? പൊട്ടി. അതിന്മേൽ കൂടുതൽ ഗാഠമായ ഒരു ഹൃദയബന്ധം സൂക്ഷിച്ച് വച്ചത് കൊണ്ടാണ് അതിൻ്റെ നഷ്ടത്തിൽ നമുക്ക് ദുഃഖിക്കേണ്ടിയും ക്ലേശിക്കേണ്ടിയും ആവലാതിപ്പെടേണ്ടിയും വരുന്നത്. മറിച്ച് ഒരു സ്വാഭാവികത അതിനകത്ത് ഉടഞ്ഞത് പോയി, നമുക്ക് വേറൊന്ന് വാങ്ങാം, ഇത് പോട്ടെ, കുറേ നാളായാലും ഉപയോഗിച്ച് സമാധാനിക്കുക. ഈ ഒരു ശാന്തിയുടെ സ്വഭാവം നമുക്ക് ഉണ്ടാവുന്നില്ല. പൊട്ടിത്തെറിക്കുക. ഇത് വീട്ടിലെ കുട്ടികളുടെ കയ്യിൽ നിന്ന് വീഴുമ്പോൾ ആ കുട്ടി നമ്മൾ അടിച്ച് ശരിപ്പെടുത്താൻ തോന്നും, അല്ലെങ്കിൽ ചീത്ത വിളിക്കും, അല്ലെങ്കിൽ പ്രാകും, ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പം ഇതല്ല അതിന് വേണ്ടത്. അപ്പോൾ ഏതൊരു കാര്യത്തിന്മേലും അമിതമായ ആശാനുഭോഗങ്ങൾ വച്ചു പുലർത്താതിരുന്നാൽ മാത്രമേ ദുഃഖത്തിൻ്റെ അളവ് നമുക്ക് കുറയുകയുള്ളൂ. പക്ഷേ ഇത് എത്ര പേര് ചെയ്യും? ഈ പറയുന്ന ഞാൻ പോലും അതിന് അപവാദമാണ്. ഞാൻ പോലും അങ്ങനെയല്ല ചെയ്യുന്നത്. ഈ പറയുന്ന ഞാൻ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാ ആളുകളിലും നമ്മുടെ സ്വഭാവത്തിൽ കാര്യങ്ങളെടുത്ത് മാറി വന്നാൽ നല്ലതാണ്. അതുകൊണ്ടാണ് അതേക്കുറിച്ച് മാറി വന്നത്. അതിനാൽ സുഖം വരുമ്പോൾ സന്തോഷിക്കുകയോ ദുഃഖം വരുമ്പോൾ കൂടുതൽ സങ്കടപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. കർമ്മഫലമാണ്, വിധിയാണ്. കാരണം അവയെ മാറ്റിമറിക്കാൻ ദേവന്മാർക്കോ അസുരന്മാർക്കോ ആർക്കും സാധ്യമല്ല. സുഖദുഃഖങ്ങൾ ഇങ്ങനെ മാറി വരും. അത് അനുഭവിച്ച് തീരുക. പുണ്യത്തിൻ്റെ ഫലമാണ് സുഖമെന്ന് നമ്മൾ വിചാരിക്കും, പാപഫലമാണ് ദുഃഖമെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് രണ്ടും അനുഭവിക്കാനാണ് ഈ ശരീരം ഉണ്ടായത്. സുഖം മാത്രം അനുഭവിക്കാനുള്ള അല്ല ശരീരം, ദുഃഖം അനുഭവിക്കാനും കൂടെയാണ്. ഈ സുഖദുഃഖങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ വേദന എന്ന് പറയുന്നൊരു സംഗതി. നമ്മളിപ്പം മുറിഞ്ഞു, നമ്മുടെ ദേഹം ഒന്ന് മുറിഞ്ഞു ഉടനെ അയ്യോ എന്ന് പറഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയി, അല്ലെങ്കിൽ വൈദ്യരുടെ അടുത്ത് പോയി, അതൊന്ന് തയ്ച്ച് 3-4 സ്റ്റിച്ച് കൊണ്ട് ഇട്ടു. അപ്പോൾ ഇത് ആരോ കാണുകയൊക്കെ ചെയ്തു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ആ പരിചയക്കാരൻ കണ്ട് ചോദിച്ചു, സാറേ നിങ്ങളുടെ കൈ ഒന്നും മുറിഞ്ഞിരുന്നില്ല, എന്തായി, സുഖമായോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളെന്ത് പറയും? സുഖമായി വരുന്നു. 1 മാസം കഴിഞ്ഞിട്ട് കൊണ്ട് കാണും, കൈയെല്ലാം മുറിഞ്ഞ് അതെല്ലാം ശരിയായോ, സുഖമായോ? സുഖമായി. ഇതെന്താ സുഖം ഇവിടെ? ആ വിരൽ മുറിഞ്ഞു എന്നുള്ളത് കൊണ്ട് അതൊരസുഖമായി. പക്ഷേ ആ മുറിയുന്നതിന് മുമ്പ് ആ വിരൽ മുറിഞ്ഞ ഭാഗത്ത് വല്ല സുഖം വല്ലതും ഉണ്ടായിരുന്നു? ഒരു സുഖമില്ലായിരുന്നു. മുറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഭേദമായി, എന്തായി, പഴയതുപോലെയായി. മുമ്പ് മുറിയാതിരുന്നപ്പോൾ ആ വിരൽ എങ്ങനെയിരുന്നോ ആ അവസ്ഥയെ പ്രാപിച്ചു എന്നല്ലാതെ അവിടെ എന്ത് സുഖമുണ്ട്? അവിടെ ഒരു സുഖവും ഇല്ല. അവിടെ ആ മുറിവ് കരിഞ്ഞുണങ്ങി നമ്മുടെ വിരൽ നേരത്തെ ഏത് രീതിയിലിരുന്നോ അതായി മാറിയെന്നേ ഉള്ളൂ. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ സുഖവും ദുഃഖവും ഒന്നുമില്ല, നേരത്തെ പോലെയായി. ഇതറിയാതെ നമ്മളിത് പറയുന്നത്, നമ്മൾ ഭേദമായി സുഖമായി എന്ന് പറയുന്നത്. അപ്പോൾ ദുഃഖങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയുള്ളതാണ്? അതെപ്പോഴും അങ്ങനെയാണ്. സുഖവും ദുഃഖവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയാണ്. ഒരു വശം മാത്രമായിട്ട് നാണയം ഉണ്ടാവില്ല, കോയിൻസ് ഉണ്ടാവില്ലല്ലോ, മറ്റേ വശം കൂടി വേണം. ഏതൊരു വസ്തുവിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ളതുപോലെയാണ് അത്. അപ്പോൾ 2 സുഖങ്ങളുടെ നടുവിൽ ദുഃഖവും 2 ദുഃഖങ്ങൾക്കിടയിൽ സുഖവും വരികയാണ്. അപ്പോൾ സുഖവും ദുഃഖവും എന്ന് പറയുന്നത് ഇങ്ങനെ വരികയാണ്. എപ്പോഴും അതിൽ നിന്നുള്ള മോചനം പോകുന്നതുണ്ടാകുന്നില്ല. നമ്മൾ ഇതിനകത്ത് കെട്ടുവിട്ട് കിടക്കുക. അതിനിടയ്ക്കുള്ള സുഖദുഃഖങ്ങളല്ലാത്ത ഒരു സുഖാഭാവവും ഒരു ദുഃഖാഭാവവും വരുന്ന അഭാവം, സുഖത്തിൻ്റെ അഭാവം, ദുഃഖത്തിൻ്റെ അഭാവം വരുന്ന ഒരു ഘട്ടമുണ്ട്. അതേക്കുറിച്ച് നമ്മളാരും ഒരു ബോധ്യവും അതേക്കുറിച്ചില്ല. സുഖവും ദുഃഖം എന്ന് മാത്രം നമ്മൾ പറയത്തുള്ളൂ. വെള്ളത്തിന് താഴെ മണ്ണും മണ്ണിന് താഴെ വെള്ളവും എന്നുപോലെയാണ് സുഖത്തെ ആശ്രയിച്ച ദുഃഖവും ദുഃഖത്തെ ആശ്രയിച്ച സുഖവും നിൽക്കുന്നത്. ഒരു കുളത്തിനകത്ത് വെള്ളം മുകളിൽ, അടിയിൽ മണ്ണ്.
ആ മണ്ണ് അവിടെ ഇല്ലെങ്കിൽ ഈ വെള്ളത്തിനവിടെ എങ്ങനെ നിൽക്കാൻ പറ്റും? അപ്പോൾ സുഖവും ദുഃഖവും ഇതുപോലെയാണ്. അതിനാൽ ബുദ്ധിയുള്ള ആളുകൾ ആരും സുഖവും ദുഃഖവും ഇഷ്ടവും അനിഷ്ടവും ഒക്കെ വരുമ്പോൾ സന്തോഷിക്കുകയോ സന്തപിക്കുകയോ ചെയ്യുകയില്ല ഗുഹ എന്നാണ് പറയുന്നത്. കാരണം പ്രപഞ്ചവും പ്രപഞ്ച അനുഭവങ്ങളും മായ കൊണ്ട് തോന്നപ്പെടുന്നവയാണ്. അവയ്ക്ക് സത്യത്വം എന്ന് പറയുന്നില്ല, തോന്നലാണ്. ഉണ്ടെന്ന് തോന്നുകയാണ്. ഇല്ലേ എന്ന് അന്വേഷിച്ചാൽ ഉണ്ടെന്ന് തോന്നിപ്പിക്കും. ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ഇല്ല എന്ന് തോന്നിപ്പിക്കും. ആ പ്രതിഭാസത്തെയാണ് മായ. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത്, ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞത് മായാമയമിതം അഖിലം ഹിത്വ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിന് ഒരു പേരും കൂടെയാണ് മായാവാദം എന്ന് പറയുന്നത്. ബ്രഹ്മ സത്യം ജഗൻ മിഥ്യ, അതാണ് മായാവാദം എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ വിശിഷ്ട അദ്വൈതം എന്ന് പറയുന്ന സിദ്ധാന്തത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. എല്ലാം സംസാരോയം അതീവ വിചിത്ര എന്ന് അദ്ദേഹം പറഞ്ഞത്. ഈ സംസാരം എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ്. ഈ വിചിത്രത്വം വരുന്നത് ഈ മായ ഉള്ളത് കൊണ്ടാണ്. എല്ലാം ഈശ്വരൻ്റെ മായാവിലാസങ്ങളാണെന്ന് വിചാരിക്കുക. കാരണം സ്ഥിരമായി നിൽക്കുന്നത് ഒന്നുമില്ല. ഈ പ്രപഞ്ചത്തിൽ സ്ഥിരമായി നിൽക്കുന്നത് ഒന്നുമില്ല. അസ്ഥിരത്വം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മായ എന്ന് പറയുന്നത്. അത് ശരിയായിട്ട് വായിക്കാനും പഠിക്കാനും ഉള്ള ഒരു കാര്യമാണ് ഈ സിദ്ധാന്തമാണ് ഈ മായാവാദം, ശ്രീശങ്കരൻ്റെ മായാവാദം എന്ന് പറയുന്നത്. ചില ആളുകളൊക്കെ അതിനെ വിമർശിക്കാതൊക്കെ ഉണ്ടെങ്കിലും വിമർശിക്കുന്നവർക്കൊക്കെ അത് ശരിയായി മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടാണ് അത് വിമർശിക്കേണ്ടി വരുന്നത്. ഒരിക്കലും വിമർശനത്തിന് വിധേയമല്ല ഈ സിദ്ധാന്തം. ശങ്കരൻ്റെ വിശിഷ്ടാദ്വൈതം അത്രത്തോളം സ്വീകാര്യമാണ്, അവിതർക്കിതമാണ്. അവിതർക്കിതമായ തർക്കം ഒരിക്കലും തർക്കിക്കാൻ കഴിയാത്തതാണ്, അനിഷേധ്യമാണ്, അനിരോധമാണ്, ഒക്കെയാണ് ആ സിദ്ധാന്തം. എന്തായാലും ഗുഹനും ലക്ഷ്മണനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ നേരം പുലർന്നു. ഇത് വെളുപ്പാങ്കാലത്താണ്. നേരം പുലർന്നു. രാമനും ലക്ഷ്മണനും കുളിച്ച് സന്ധ്യാവന്തനമൊക്കെ കഴിച്ച് തോണി കൊണ്ടുവരാൻ ഗുഹനോട് പറഞ്ഞു. ഗുഹൻ വേഗം നല്ലൊരു തോണി കൊണ്ടുവന്നു. ഉടനെ അദ്ദേഹം പറഞ്ഞു, അങ്ങ് സീതയോടും ലക്ഷ്മണനോടും കൂടി ഈ തോണിയിൽ കയറിയാലും എന്ന് പറഞ്ഞു. ഞാൻ തന്നെ തുഴഞ്ഞക്കരയിലെത്തിക്കാമെന്ന് ഗുഹൻ രാമനോട് പറഞ്ഞു. രാമൻ സീതയുടെ കൈ പിടിച്ച് തോണി കയറ്റി, ഗുഹൻ്റെ കൈ പിടിച്ച് താനും കയറി, ആയുധങ്ങളെ ഒക്കെ കയറ്റി ലക്ഷ്മണൻ തോണി തുഴഞ്ഞു. ഗംഗാവതരണം, ഗംഗ കടന്നു. നദിയുടെ മധ്യത്തെത്തിയപ്പോൾ സീത ഗംഗാദേവിയെ പ്രാർത്ഥിച്ചു. ഞാൻ ഭഗവതിയെ നമസ്കരിക്കുന്നു. വനവാസം കഴിഞ്ഞ് വന്നതിന് ശേഷം വിധി പോലെ ദേവിയെ ഞാൻ പൂജിക്കാം, ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നേരെ തോണിയിൽ നിന്ന് അപ്പുറം ഇറങ്ങി സീതയും ലക്ഷ്മണനും ഒപ്പം രാമനും അവിടെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ ദൂരം നടന്ന് കുറേ ദൂരം സഞ്ചരിച്ചു. ദണ്ഡകാരണ്യത്തിലൂടെ ഉള്ള ഒരു യാത്രയാണല്ലോ ഇത്. ആ യാത്ര അങ്ങനെ നടന്നു. ഇത് ഈ വഴി തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഗുഹൻ കുറേ ദൂരം പുറകെ ചെന്നു. അപ്പുറം സുഹൃത്തെ, ഇനി നീ മടങ്ങിക്കോളൂ, നമുക്ക് വീണ്ടും കാണാം. ഈ 14 വർഷം എന്ന് പറയും വേഗം കഴിയുള്ളൂ, അതെല്ലാം കഴിഞ്ഞു പോകും. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം, പോയിക്കോളൂ എന്ന് പറഞ്ഞ് ആശ്ലേഷിച്ച് ഗുഹനെ തിരിച്ചയച്ചു. ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി നേരെ നടന്നപ്പോൾ ഒരു ആശ്രമം കണ്ടു. ആശ്രമം ഭരദ്വാജൻ്റെ ആശ്രമമാണ്. ആരാണ് ഈ ഭരദ്വാജൻ? വാൽമീകി മഹർഷിയുടെ ശിഷ്യനായിരുന്നു ഈ ഭരദ്വാജൻ. അത്രി മഹർഷിയുടെ മകനായിരുന്നു അദ്ദേഹം. ഒരിക്കൽ ഈ സിദ്ധികൾക്ക് വേണ്ടി തപസ് ചെയ്തപ്പോൾ ഇന്ദ്രൻ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, വേദാധ്യാനം നടത്തിക്കൊണ്ടിരിക്കുക. വേദം എത്ര പഠിച്ചിട്ടും വിജ്ഞാനം മതിയാവുന്നില്ല. പിന്നെയും അറിയണം എന്നുള്ള തൃഷ്ണ ബാക്കി കിടക്കുക. അതൊരു അത്ഭുതമല്ലേ? പഠിച്ചിട്ടും പിന്നെയും പഠിക്കണം എന്ന് തോന്നുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ കാര്യമാണ്. എത്ര പഠിച്ചിട്ടും പിന്നെയും പഠിക്കണം എന്നാണ്. അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു. ആചാര്യ വിനോബ ഭാവെ അങ്ങനെ ആയിരുന്നു. അദ്ദേഹത്തിന് 16 ഭാഷകളുടെ സാഹിത്യം അറിയാമായിരുന്നു. 18 ഭാഷകളുടെ സാഹിത്യം അറിയാമായിരുന്നു ആചാര്യ വിനോബ ഭാവയ്ക്ക്. ഒരിക്കലും അദ്ദേഹം ജർമ്മനിയിൽ ചെന്നപ്പോൾ അവിടുന്ന് ഒരാൾ ജർമ്മൻ ഭാഷയിൽ എഴുതിയ ഭഗവത്ഗീതയുടെ ഒരു കോപ്പി സമ്മാനിച്ചു. അപ്പോൾ അദ്ദേഹം അവിടുത്തെ പ്രസിഡന്റിന് എന്ന് പറയുന്ന പകരം ചാൻസലർ എന്നാണല്ലോ അവിടെ പറയുന്നത്. ജർമ്മൻ ചാൻസലറോട് പറഞ്ഞു, അങ്ങനൊരു കാര്യം ചെയ്യണം, എനിക്ക് ഈ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെ വിട്ടുതരൂ. അല്ല, എനിക്കിത് വായിക്കാൻ അറിഞ്ഞൂടാ, എനിക്കിത് വായിക്കണം, പഠിക്കണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അദ്ദേഹം ഒരു ടീച്ചറെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. വിനോബ ഭാവ ഒരു റൂമിൽ കയറി ഇരുന്നു. വെറും
6 മണിക്കൂർ സമയം കൊണ്ട് 3 ദിവസം 4 ദിവസത്തെ സന്ദർശനമായിരുന്നു അവിടെ. ആ ചെറിയ കുറഞ്ഞ സമയം കൊണ്ട് ഈ ജർമ്മൻ ഭാഷ പഠിച്ചു എന്ന് മാത്രമല്ല, ജർമ്മൻ ഭാഷയിൽ ഈ ഉള്ള ഭഗവത്ഗീത വായിക്കുകയും ചെയ്തു. ജർമ്മൻ ഭാഷയിൽ അദ്ദേഹം അവിടെ പ്രസംഗിക്കുകയും ചെയ്തു. അത് ആചാര്യ വിനോഭാവേ. അതുപോലെയാണ് സ്വാമി വിവേകാനന്ദനും. അതുപോലെയാണ് എന്ത് കണ്ടാലും അപ്പോൾ ഒപ്പിയെടുക്കാൻ കഴിയുമായിരുന്നു. ഈ ഓർമ്മശക്തിയും ഈ ധിഷണശക്തിയും വളരെ പ്രസിദ്ധമാണ് ഇവരുടെ എല്ലാം. വിവേകാനന്ദനാണെങ്കിൽ അദ്ദേഹം ആണെങ്കിൽ വലിയ പുസ്തകങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കും. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പേജ് ഇങ്ങനെ മറിച്ച് നോക്കും. മറിച്ച് നോക്കിയിട്ട് അടച്ചങ്ങ് വയ്ക്കും. അടച്ച് നോക്കിയപ്പോൾ മൊത്തം വായിച്ചു, മുഴുവൻ വായിച്ചു. ഒരു സാഹിബ് ചോദിച്ചു, അങ്ങ് ഇങ്ങനെ പേജിനെ മറിച്ച് നോക്കിയിട്ട് പെട്ടെന്ന് അടച്ചു വെക്കാൻ എന്താ എല്ലാം വായിച്ചു അങ്ങ്? ഞാനിതെല്ലാം വായിച്ചു. സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പേജിൽ കാര്യം ചോദിക്കും, ഞാൻ പറയാം. എന്നാവൊന്നും അറിയണമല്ലോ എന്ന് വിചാരിച്ച് കുറേയേറെ പേജുകളുള്ള ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് ഒരു പേജിലെടുത്തിട്ട് പേജ് നമ്പർ പറഞ്ഞു, ഇതിലെന്താ പറഞ്ഞിരിക്കുകയെന്ന് ചോദിച്ചു. സ്വാമി വിവേകാനന്ദൻ അത് മുഴുവൻ ബൈഹാർട്ടായിട്ട് പറഞ്ഞു. ഇത് ഒന്നോ രണ്ടോ ആളുകൾ ഒരുപാട് പേര് കേട്ടെന്ന് പറഞ്ഞ സംഗതിയാണ്. ഇതെല്ലാം ചരിത്രമാണ്. അതുപോലെ പറഞ്ഞ് കേൾപ്പിച്ചു. ആളുകൾ അത്ഭുതപ്പെട്ടു. ഇതെങ്ങനെ ഇങ്ങനെയുള്ള സൈഷണിക ശേഷിയുണ്ട്. ഈ അഭ്യാസം കൊണ്ട് എന്തും സാധിക്കാമല്ലോ. അഭ്യാസം കൊണ്ട് എന്തും സാധിക്കാവുന്ന ഒരു കാര്യമാണ്. ഇരിക്കട്ടെ. ഇവിടെ ഈ ഭരദ്വാജൻ അങ്ങനെ ഈ അറിവ് തേടുന്നതിലും നേടുന്നതിലും വലിയ ദാഹമുള്ള ആളായിരുന്നു. ടേസ്റ്റ് ഓഫ് നോളജ് എന്ന് പറയും. വിജ്ഞാനത്തിൻ്റെ ദാഹം ഉള്ള ആളായിരുന്നു. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, നോക്കൂ, ഒരു വലിയ മല ഉണ്ട് തൊട്ട് മുമ്പിൽ. ആ മല ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആ മലയിൽ നിന്ന് നിങ്ങളൊരു 3 പിടി മണ്ണ് വാരുന്നു. 3 പിടി മണ്ണ് വാരി. 3 പിടി മണ്ണ് വാരി. അത്രയേ ഉള്ളൂ നിങ്ങളുടെ അറിവ്. ഈ അറിവെന്ന് ഈ വലിയ മലയാണ്. അതിൽ നിന്ന് 3 പിടി മണ്ണ് വാരിയാൽ എത്രയുണ്ട്? അതേ ഉള്ളൂ ഇത്രയും കാലം നിങ്ങൾ കിട്ടിയ അറിവ്. ബാക്കി ഇനി പഠിക്കാൻ കിടക്കുന്നതായി. അതിനെ എനിക്ക് സ്വായത്തമാക്കിയേ പറ്റൂന്ന് ഭരതൻ പറഞ്ഞിട്ട് പിന്നെയും പഠനം തുടങ്ങി. അങ്ങനെ വിജ്ഞാനത്തെ ആർജിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥിരോത്സാഹമുള്ള ഒരു മുനിയായിരുന്നു ഈ ഭരദ്വാജൻ. മാത്രമല്ല, വാൽമീകി മഹർഷി ഈ വേടനെ മാനുഷാദ എന്ന് ശപിക്കുമല്ലോ. മാനുഷാദ പ്രതിഷ്ഠാം ത്വം അഗമ ശാശ്വതീ സമാഹ യത് ക്രൗഞ്ചമിഥുനാത് ഏകം അവധി കമമോഹിതം എന്ന് പറയുന്ന ആ ഒരു ശാപോക്തികൾ പറഞ്ഞ സമയത്ത് കൂടെ ശിഷ്യനായ ഭരദ്വാജനും ഉണ്ടായിരുന്നു. ആ ഭരദ്വാജൻ്റെ ആശ്രമമാണ് അവിടെ കണ്ടത്. അവിടെ രാമനും സീതയും കൂടി ചെന്നു. അദ്ദേഹത്തെ പ്രാർത്ഥിച്ചു. അദ്ദേഹവും ഇവർക്ക് വേണ്ട ഉപചാരാദികളും സ്വീകാര്യതകളുമെല്ലാം അതുപോലെ തന്നെ അനുഷ്ഠിച്ചു. ഫലമൂലാദികൾ പ്രദാനം ചെയ്തു. അർഘ്യ പാദ്യ ആസനാദികൾ കൊണ്ട് കാൽ കഴിക്കാനുള്ള വെള്ളവും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രാമ വരൂ, പാദരേണുക്കളെ കൊണ്ട് എൻ്റെ ആശ്രമം പവിത്രമാക്കൂ എന്ന് അപേക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, പരമാത്മാവാണ് അങ്ങ്, മായ കൊണ്ട് മനുഷ്യനായി അവതരിച്ചതാണ്. ബ്രഹ്മദേവനെ അപേക്ഷിച്ചതനുസരിച്ച് ഇപ്പോൾ അങ്ങ് ജനിച്ചിരിക്കുന്നത് എന്തിനാണെന്നും വനവാസത്തിന് വന്നിരിക്കുന്നത് എന്തിനാണെന്നും ഇനി എന്തെല്ലാമാണ് ഭാവിയിൽ അങ്ങ് ചെയ്യാൻ പോകുന്നതെന്നും ഒക്കെ എനിക്ക് ജ്ഞാനദൃഷ്ടി കൊണ്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. തപസ് കൊണ്ടാണ് എൻ്റെ ജ്ഞാനദൃഷ്ടി വികസിച്ചത്. തപസ് ചെയ്യാൻ കഴിഞ്ഞത് അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് പറയേണ്ടത്? പ്രകൃതിക്ക് അതീതനായ പരമപുരുഷനായ അങ്ങയെ കാണാൻ കഴിഞ്ഞതോടെ ഞാൻ എൻ്റെ ജന്മം തന്നെ കൃതാർത്ഥതയുള്ളതായി തീർന്നിരിക്കുന്നു. ഭഗവാനെ രക്ഷിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ എന്ന് ഭരദ്വാജൻ പ്രാർത്ഥിച്ചു. ശ്രീരാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടി ഈ ഭരദ്വാജ മഹർഷിയുടെ പാദങ്ങൾ വീണ് നമസ്കരിച്ചു. അങ്ങയുടെ അനുഗ്രഹത്തെ മാത്രം പ്രതീക്ഷിക്കുന്ന നിസ്സാരന്മാരായ ക്ഷത്രിയന്മാരാണ് ഞങ്ങളെന്ന് പറഞ്ഞ് അന്ന് രാത്രി ആശ്രമത്തിൽ കഴിഞ്ഞുകൂടി. അങ്ങനെ ആശ്രമത്തിൽ കഴിഞ്ഞുകൂടിയിട്ട് പിറ്റേ ദിവസം അവിടെ നിന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. നിത്യകർമ്മങ്ങളൊക്കെ ചെയ്ത് രാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി പിന്നെയും യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് കുറേ കഴിഞ്ഞിട്ട് പിന്നെയും ഒരാശ്രമം കണ്ടു. അത് നമുക്കറിയാവുന്നതുപോലെ ഈ വാൽമീകിയുടെ ആശ്രമമായിരുന്നു. വാൽമീകി ആശ്രമ പ്രവേശം എന്നാണ് അത് പറയുന്നത്. ആ ഒരു നിലയിലേക്ക് എത്തിച്ചേരുകയാണ്. വാൽമീകിയുടെ ആശ്രമത്തിൽ ചെന്നു. അവിടെ വെച്ച് വാൽമീകി വേണ്ടമുള്ള സൽക്കാരാദികളൊക്കെ നടത്തി പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അന്ന് അവിടെ കഴിയുകയാണ്. എന്ന് മാത്രമല്ല, വാൽമീകി തൻ്റെ കഥ പറഞ്ഞു കേൾപ്പിക്കുവാണ്. പണ്ട് പ്രാചേതസ് എന്ന് പറയുന്ന ഒരാളുടെ മകനായിട്ടാണ് താൻ ജനിച്ചതെന്നും അങ്ങനെ ജീവിതവൃത്തി കൊണ്ട് ഒരു കാട്ടാള ജീവിതം നയിക്കേണ്ടി വന്നുവെന്നും മറ്റുമൊക്കെ കണ്ടു. ഈ രാമൻ്റെ ദർശനത്തിൽ തന്നെ വാൽമീകിയുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകി.
അർഘ്യപാദ്യാസനാദികളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടും വാൽമീകിയുടെ കണ്ണീർ പ്രവാഹം നിലച്ചില്ല. ആനന്ദാതിരേകം കൊണ്ടുള്ള കണ്ണീരാണ്, ദുഃഖത്തിൻ്റെ കണ്ണീരല്ല, അത് സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ്. സന്തോഷത്തിൻ്റെ കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകി. രാമൻ ആശ്വസിപ്പിച്ചു. എന്താണ് മുനി എന്ന് ചോദിച്ചു. അവർ അപ്പോഴും കണ്ണീരൊഴുക്കിക്കൊണ്ട് അങ്ങ് ലോകൈക പൂജ്യനായ അങ്ങയെ കാണാൻ കഴിഞ്ഞത് തന്നെ എനിക്കെത്ര ഭാഗ്യമാണ്. അച്ഛൻ്റെ കൽപ്പനയനുസരിച്ച് ഞങ്ങൾ വനവാസത്തിന് വന്നവരാണ്. കാരണമെല്ലാം അങ്ങേക്ക് അറിയാമല്ലോ. എനിക്ക് സുഖമായി താമസിക്കാൻ പറ്റിയ സ്ഥലം പറഞ്ഞ് എന്നാൽ കൊള്ളാം. സീതയോടൊന്ന് ഞാൻ അങ്ങ് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് പോയി കുറച്ചു കാലം താമസിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞു. വാൽമീകി മഹർഷി പറഞ്ഞു, അങ്ങ് തന്നെയാണ് സകല ജീവന്മാരുടെ എല്ലാ ജീവജാലങ്ങളുടെയും വാസസ്ഥാനമായിരിക്കുന്ന സങ്കേതം. വിരാട് രൂപമാണ് ഈശ്വരൻ്റെ രൂപം. വിരാട് രൂപമാണ്. വിരാട് രൂപം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? വിരാട് രൂപം, വിരാട് ദർശനം, സഹസ്ര ചരണങ്ങൾ, സഹസ്ര ഹസ്തങ്ങൾ, സഹസ്ര ശരീരങ്ങൾ ഒക്കെയുള്ള ഒരു രൂപമാണ് ഈ വിരാട് രൂപം എന്ന് പറയും. ഈശ്വരൻ്റെ വിരാട് രൂപം. വിരാട് രൂപം കാണുക എന്ന് അസാമാന്യമായ ഒരു കാര്യമാണ്. അത് പിന്നെ ശ്രീകൃഷ്ണാവതാരത്തിലാണെങ്കിൽ യശോദയെ ഈ വിരാട് രൂപം കാണിച്ചു കൊടുത്തു. അതുപോലെ മഹാഭാരതത്തിൽ അർജുനൻ ഈ വിരാട് രൂപം കാണിച്ചു കൊടുത്തു. അർജുന നീ എൻ്റെ ദേഹത്തൊന്ന് തൊട്ടോളൂ എന്ന് പറഞ്ഞു. ഒന്ന് തൊട്ടപ്പോൾ ഒരു ഹിപ്നോട്ടൈസ് ചെയ്തതുപോലെ ഒരു അനുഭവം പെട്ടെന്നുണ്ടാവുകയാണ്. ഇയാളുടെ ദേഹം വിറച്ചുപോയി. അർജുനൻ്റെ ദേഹം ഒന്ന് വിറച്ചു. കണ്ണു തുറന്ന് നോക്കടാ എന്ന് പറഞ്ഞു. അർജുനൻ കണ്ണു തുറന്ന് നോക്കിയപ്പോഴെന്താ കാണുന്നത്? കുന്നും മലയും പുഴയും സമുദ്രവും പർവ്വതങ്ങളും ദുഷ്ടജന്തുക്കളും നല്ല ജന്തുക്കളും നല്ല ആളുകളും ദുഷ്ടജനങ്ങൾ എന്ന് വേണ്ട ജീവൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ സകല പ്രതിഭാസങ്ങളെയും ഒരൊറ്റ ഇടത്ത് കാണുകയാണ്. മാറിയും തിരിഞ്ഞും കാണുകയാണ്. അവസാനം അയ്യോ ഭഗവാനെ എനിക്ക് വേണ്ട ഈ ദർശനമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു വിളിച്ചു ഈ അർജുനൻ. അങ്ങനെയാണ് പിന്നെ അത് ഒഴിവാക്കിയത്. അതുപോലെ അമ്മേ മണ്ണ് ഞാനിന്ന് തിന്നില്ല, മണ്ണ് തിന്നില്ല എന്നത് നിർണയം എന്ന് പറഞ്ഞു. അതല്ല നീ മണ്ണ് തിന്നു, വാവിളക്ക് എന്ന് പറഞ്ഞു. വിളന്ന് കാണിച്ചപ്പോൾ ആ കൃഷ്ണൻ്റെ വായിക്കകത്ത് യശോദ എന്തെല്ലാമാണ് കണ്ടത്. 14 ലോകങ്ങളെയും കണ്ടു അല്ലേ? 7 പിന്നെ പാതാളം, സാതലം, മഹാതലം, തലാതലം, സുതലം, അതലം, വിതലം, ഭൂലോകം, ഭൂർലോകം, സ്വർലോകം, ജലകം, തപോലോകം, ഇങ്ങനെ വരുന്ന 14 ലോകങ്ങളെയും ഈ വായി പിളർന്നപ്പോൾ വായിക്കകത്ത് കാണുകയാണ്. അപ്പോൾ അതാണ് ഈ വിരാട് രൂപം. അപ്പോൾ ആ വിരാട് രൂപം തന്നെയാണ് അങ്ങ് എല്ലാ ജീവജാലങ്ങളുടെയും സകല ജീവന്മാരുടെയും വാസസ്ഥാനമാണ് അവിടുന്ന്. എല്ലാ ജീവജാലങ്ങളിലും വസിക്കുന്നവനും അങ്ങാണ്. എല്ലാ തിരമാലകളും സമുദ്രത്തിലും എല്ലാ തിരമാലകളിലും സമുദ്ര ജലവും എന്ന പോലെ ആണ് അങ്ങ് ഉള്ളത്. ഇങ്ങനെ സാധാരണ വാസസ്ഥാനം പറഞ്ഞു തരാൻ ഇപ്പോഴങ്ങ് എന്നോട് പറയുകയാണ്. എല്ലാവർക്കും വാസസ്ഥാനം നൽകുന്നവനും വാസസ്ഥാനം ആയിരിക്കുന്നവനുമായ അങ്ങ് എന്നോട് പറയുന്നു ഒരു വാസസ്ഥാനം കാണിച്ചു കൊടുക്കാൻ. എന്താണ് എന്ന് വിസ്മയമായിരിക്കുന്നു ഇത്. അത് അങ്ങനെ ഒരു പ്രാർത്ഥിക്കുകയാണ് ഈ വാൽമീകി. ശരീരാഭിമാനം അകറ്റിക്കൊണ്ട് ധർമാധർമ്മങ്ങളെപ്പോലും പിന്നെ ഉപേക്ഷിച്ച് അങ്ങയെ നിരന്തരം ഭജിക്കുന്നവരുടെ ഹൃദയമാണ് പിന്നെ എപ്പോഴും അങ്ങയുടെ വാസസ്ഥാനമായിട്ടുള്ളത്. അല്ല ഞാൻ എവിടെയാണെന്ന് എന്തു പറയും എന്നിങ്ങനെ വാൽമീകി മഹർഷി കുറേയധികം കാര്യങ്ങൾ രാമനോട് പറയുകയാണ്. അപ്പോൾ പിന്നെ അഴുക്ക് പറ്റാത്ത സ്വർണം പോലെ, കജ്ജളം ചെളി പറ്റാത്ത സ്വർണം പോലെ ഉള്ള മനസ്സാണ് യഥാർത്ഥ ഭക്തൻ. ആ ഭക്തൻ്റെ മനസ്സാണ് അവിടേക്ക് താമസിക്കാനുള്ള, അവിടേക്ക് വസിക്കാനുള്ള പാവനമായ സ്ഥാനം എന്ന് വാൽമീകി പറയുകയാണ്. അതിനപ്പുറം ഈ ഭക്തിയുടെ ആ ഒരു ചിന്തയില്ല, ഒരു ആധ്യാത്മികതയിൽ ഇതിനപ്പുറം എന്താണ് പറയുക? രാമായണം പോലെയുള്ള ഒരു ആധ്യാത്മിക ശാസ്ത്രത്തിൽ, ഒരു ആധ്യാത്മിക സാഹിത്യത്തിൽ, ഒരു ആധ്യാത്മിക ഗ്രന്ഥത്തിൽ ഇതിനപ്പുറം വാൽമീകിയുടെ നാവിൽ നിന്ന് വരാനില്ല. അദ്വൈത വേദാന്തത്തിലൂടെ പരമപുരുഷോത്തമനായ ഒരു പരമാത്മസങ്കല്പത്തിൻ്റെ ആ നൈതികവും അതുപോലെ പിന്നെ എന്താണ് സ്വീകാര്യവുമായ അംശങ്ങളെ യുക്തിശാസ്ത്രപരമായി ഭദ്രമായി ആവിഷ്കരിക്കണമെങ്കിൽ ഇതിനപ്പുറം ഒരു വാക്ക് പറയാനില്ല. നിഷ്കളങ്കന്മാരായ ഭക്തന്മാരുടെ ഹൃദയമാണ്, മനസ്സാണ് അങ്ങയുടെ വാസസ്ഥാനമെന്ന് പറയുക ഏതെല്ലാം നിലയിലാണ്? ഉള്ളിലേത് ഈ പരമാത്മ സങ്കല്പം ഉണ്ടാവുകയാണ്. സങ്കല്പാത് ഉപജായത എന്ന് പറയും. എല്ലാം രൂപീകൃതമാകുന്നത് അവരുടെ മനസ്സിലാണ്, സങ്കല്പങ്ങളിലാണ്. ഈ സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നിടത്താണ് കർമ്മം അതിൻ്റെ സഫലമായ അവസ്ഥയിലെത്തുന്നത്. ഏത് കർമ്മവും സഫലമാകുന്നതിന് മുമ്പ് അത് ബോധത്തിലുണ്ടായിരിക്കും.
നമ്മുടെ അഹംബോധത്തിൽ അതൊരു പ്രേരണയായി ഒരാവശ്യമായി ഉണ്ടായിരിക്കുമ്പോൾ ആണ്, മനസ്സിൽ രൂപപ്പെടുമ്പോഴാണ് അത് നമ്മുടെ കൈകളിലൂടെയും മറ്റ് പ്രവർത്തന സാമഗ്രികളിലൂടെയും നമ്മൾ സാക്ഷാത്കരിച്ച് അത് കർമ്മത്തിൻ്റെ പൂർണ്ണാവസ്ഥയിൽ എത്തിക്കുകയും അതിൻ്റെ ഫലം എന്താണെന്നുള്ളത് നോക്കി അറിഞ്ഞ് അനുഭവിക്കാൻ ഇടയാവുകയും ചെയ്യുക. ഏത് കർമ്മവും അങ്ങനെയാണ്. ഉള്ളിൽ തോന്നാത്ത ഒന്നും കർമ്മമായി വരാറില്ല. സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ മനസ്സ് സംസ്കാരപൂർണ്ണമാണ്, നന്മയിൽ അധിഷ്ഠിതമാണ്, സദാചാര നിരതമാണ്, സദ്വാസന പ്രേരകമാണ് എങ്കിൽ ആ മനസ്സിൽ തോന്നുന്ന ഓരോ ആശയങ്ങൾ കർമ്മങ്ങളായി രൂപീകരിക്കപ്പെടുമ്പോൾ, കർമ്മങ്ങളായി ആവിഷ്കരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അതിന് ഗുണകരവും സുഖകരവും ഹിതകരവും സ്വീകാര്യവുമായ ഫലമായി പരിണമിക്കുമെന്നുള്ളതാണ് അതിന് പ്രധാനമായ കാര്യം. ഇത്തരം സ്വീകാര്യമായ കർമ്മങ്ങളാണ് മറ്റാളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഫലമാണ് നമുക്ക് പുണ്യമായി വരുന്നത്. ആ ഫലം തന്നെയാണ് നമുക്ക് സുഖവും ഹിതവും നൽകുന്നതും. അങ്ങനെ കർമ്മബോധത്തെ സാക്ഷാത്കരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഈ ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ നിന്ന്, ഈ തത്വചിന്താപരമായ കൃതികളിൽ നിന്ന് നമുക്ക് വേണ്ടുവോളം സ്വീകരിക്കാനുണ്ട്. ആ സ്വീകാര്യതയാണ് അത് ആ കൃതിയെ അജരാമരമാക്കി, ഒരു വാർദ്ധക്യമില്ല, അജര അമരം, ജരയും ഒന്നുമില്ലാതെ അമരമാക്കി, അമരം എന്ന് പറഞ്ഞാൽ ജരയോ നരയോ ഇല്ലാതെ അമരമാക്കി നിലനിർത്തുന്നത് എന്നുകൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു കൃതിയുടെ ഈ വാൽമീകിക്ക് മാത്രമാണ് ഇത് പറയാനുള്ള അവകാശം ഒന്നും കൂടി ഓർക്കുക. കാരണം ഇതിൻ്റെ ദ്രഷ്ടാവും സ്രഷ്ടാവും, ഇത് കണ്ടവനും കണ്ടിട്ടത് ഉണ്ടാക്കിയവനും, അതാ ദ്രഷ്ടാവും സ്രഷ്ടാവും വാൽമീകി മാമുനിയാണ്. അതുകൊണ്ട് ആ മാമുനിയുടെ നാവിൽ നിന്ന്, ആ ജിഹ്വയിൽ നിന്ന് ഈ മധുരോദാരമായ ഭക്തിപൂർണമായ ഭക്തിസാന്ദ്രമായ വാക്യങ്ങൾ പുറപ്പെടുകയും ഈശ്വരനെ വേണ്ടവണ്ണം കുറഞ്ഞ പദാവലികളിലോട്ട് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ആണ് ഇവിടെ. അതാണ് ഇവിടെ വാൽമീകി ആശ്രമ പ്രവേശത്തിലൂടെ നമ്മൾ കാണുന്ന വ്യക്തവും സുചിന്തിതവുമായ ദൃശ്യം അധ്യാത്മ രാമായണകാരൻ നമുക്ക് മുമ്പിൽ നൽകുന്നത്. ശരി, നമുക്കിനി അടുത്ത ദിവസം മതി, നമുക്കവിടെ നിർത്താം.